ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് പ്രത്യേകിച്ചും മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന താരങ്ങളെ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവര് മാക്സിമം അത് ഏറ്റവും ടോപ്പാക്കാൻ നോക്കും. അത് സംശയമില്ല. കാരണം അങ്ങനെയുള്ള താരങ്ങളെ കിട്ടുകയും അങ്ങനെയുള്ള പ്രൊഡ്യൂസറെ കിട്ടുകയും ഒക്കെ ചെയ്താൽ ഈ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, L365 ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പുത്തൻ സംവിധായകനായിരുന്നു ഇത് സംവിധാനം ചെയ്യാനിരുന്നത്. ലാസ്റ്റ് മൊമെന്റ് വരെ, ഇന്നലെയാണ് ഇതിനൊരു വല്ലാത്തൊരു മാറ്റം വന്നു. ഈ സിനിമ മൊത്തത്തിൽ മാറി. മറ്റൊരു കഥയുമായി, അതേ തിരക്കഥാകൃത്ത് തന്നെ മറ്റൊരു കഥയുമായിട്ട് തരുൺ മൂർത്തിയാണ് ആഷിഖ് ഉസ്മാൻ സംവിധാനം ചെയ്യുന്ന L365 തരുൺ മൂർത്തിയാണ് പുത്തനായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പലതിനകത്തും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പലരും പറയുന്നത് ആ സംവിധായകന് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. പറയുന്നത് മാത്രമാണ്, അദ്ദേഹം അതിൻ്റെ ഇല്ല. കാരണം ഇത്രയും നാളായിട്ട് അതിൻ്റെ കാസ്റ്റിങ്ങും അതിൻ്റെ കൂട്ടത്തിലും എല്ലാം ഉണ്ടായി. അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഏകദേശം എനിക്കൊന്ന് 99% കാര്യങ്ങൾ കഴിഞ്ഞ് കാണണം. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കാരണം അടുത്ത ആഴ്ച ഇതിൻ്റെ ഷൂട്ടിങ് തുടങ്ങാനിരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് പൊടുന്നനെയുള്ളൊരു മാറ്റം നമുക്കൊരു എന്താണ് ഇതിനകത്ത് നടന്നെന്നുള്ള സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ. ഒരു പക്ഷേ ആ സംവിധായകനിൽ പ്രൊഡ്യൂസറിനോ ബാക്കിയുള്ളവർക്കോ വിശ്വാസം ഇല്ലായ്മയാണെങ്കിൽ അത് ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതാണ്. കാരണം ഒരാളുടെ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ തകർന്നത്. കാരണം ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു സിനിമ ഇതുപോലെ അവസാന നിമിഷം പാളിപ്പോയി, നടന്നില്ലെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. എന്തായാലും L365 ഇതുവരെയും ഓൺ ബോർഡിൽ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ ഫോട്ടോ വെച്ചതിന് ശേഷം ഇപ്പോൾ L365 വേറൊരു കഥ, രതീഷ് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കഥ എഴുതുന്നത്. പക്ഷേ കഥ വേറെയാണ്. ഈ സിനിമ പോലീസ് സ്റ്റോറി അല്ല എന്നും പറയുന്നു. അത് വേറെ നമ്മുടെ തരുൺ മൂർത്തിയാണ്. തുടരും എന്ന് പറയുന്ന മെഗാ ഹിറ്റിന് ശേഷം തരുൺ മൂർത്തി ആയിരിക്കും. ഒരുപക്ഷെ തരുൺ മൂർത്തിയിലുള്ള മോഹൻലാലിനും നമ്മുടെ ആഷിഖ് ഉസ്മാനുമുള്ള അമിതമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിലുള്ള വിശ്വാസക്കുറവുമായിരിക്കാം ചിലപ്പോൾ ഈ പ്രോജക്റ്റിന് പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഫിഡൻസ് കുറവുകൊണ്ട് ഒരു സംവിധായകൻ പിന്മാറുമോ? അതിന്റെ ചാൻസ് വളരെ കുറവല്ലേ. ഇക്കാലത്തൊക്കെ ഇത്രയൊക്കെ എത്തിയതിനു ശേഷം കോൺഫിഡൻസ് കൊണ്ട് കുറവാകുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും ഇത് ഒരുപാട് പേർക്ക് പാഠമാകേണ്ടതുണ്ട്. ഒരാൾ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് ഒക്കെ വേണം. സിനിമയിൽ ഒരുപാട് പിന്നാമ്പുറ കളികളും കഥകളും ഒക്കെ ഉള്ളതാണ്. എന്തായാലും ഇനിയും ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സംവിധായകന് മറ്റൊരു ഗംഭീര ചിത്രം കിട്ടട്ടെ. കാരണം നമുക്ക് എപ്പോഴും മുന്നിൽ കാണാവുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ഈ 2025 തന്നെ തരംഗം എന്ന് പറയുന്ന സിനിമ, ആദ്യത്തെ സിനിമ, എക്കാലത്തെ മികച്ച ഫ്ലോപ്പുകളിൽ ഒന്നായി മാറിയ സിനിമ. കാരണം അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു പോലും ഇല്ല. ആരും അറിഞ്ഞില്ല, ടോവിനായിരുന്നു നായകൻ. പക്ഷെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം ഒരു മോട്ടിവേഷനാണ് ഓസ്റ്റിനെ പോലുള്ള സംവിധായകർക്ക്. കാരണം രണ്ടാമത്തെ ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടി. അന്നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആകാം. എന്താണ് നടന്നതെന്ന് നമുക്കൊരു കൃത്യമായിട്ടൊരു ധാരണയില്ല. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പറയുക. എന്തായിരിക്കാം സംഭവിച്ചത്?